ആഘോഷത്തിമിർപ്പിലാണ് 53ാമത് നാഷണൽ ഡേ സെലിബ്രേഷൻ. രാജ്യമെമ്പാടും ആഘോഷങ്ങളും ആഹ്ലാദങ്ങളും ഒരു ഹോളിഡേ മൂഡുമാണ്. ഇന്ന് വളരെ വ്യത്യസ്തമാണ്. നമ്മളെല്ലാവരും UAE ദേശീയ ദിനം ആഘോഷിക്കുന്നുണ്ട്. പക്ഷേ വളരെ വ്യത്യസ്തമായി UAE ദേശീയ ദിനം ആഘോഷിക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വീണ്ടും എത്തിക്കുകയാണ്. പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. UAE എല്ലാ മലയാളികൾക്കും UAE പരിചിതനാണ് പ്രിയപ്പെട്ട ഷഫീഖ്. എന്താണ് ഇത്തവണത്തെ വ്യത്യസ്തമായ ആഘോഷം? ഓരോ ആഘോഷങ്ങളും വളരെ വ്യത്യസ്തമായ രീതിയിലാണ് അവതരിപ്പിക്കാറുള്ളത്. ഇത്തവണത്തെ എങ്ങനെയാണ് ദേശീയ ദിനം? ഈ രാജ്യത്തോടുള്ള സ്നേഹം ഞങ്ങൾ ഏത് രീതിയിലാണ് നമുക്ക് എങ്ങനെ രീതിയിൽ കാണിച്ചു കൊടുത്താലും നമ്മൾ മനസ്സിൽ തൃപ്തി വരില്ല. തീർച്ചയായും പോറ്റമ്മയോടുള്ള സ്നേഹം. ഇപ്രാവശ്യം ഞങ്ങൾ പുതിയ റോൾസ് റോയ്സ് ഇലക്ട്രിക് കാർ സ്പെക്ട്രത്തിന്റെ 2 ഇഞ്ചൻ സൈലന്റ് എഞ്ചിൻ ഗോൾഡ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതാണ് ഈ കിടക്കുന്നത് അല്ലേ? നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ഷഫീഖ്, UAE എന്ന് പറയുന്നത് പ്രണയമാണ് UAE-യുടെന്നാണ് അല്ലേ? നമുക്ക് മനുഷ്യനോട് പ്രണയം തോന്നാം, മനുഷ്യന് ചില സാധനങ്ങളോട് പ്രണയം തോന്നാം. പക്ഷെ ഒരു രാജ്യത്തോട് തോന്നുന്ന ഒരു പ്രണയം എന്ന് പറഞ്ഞാൽ അതൊരു വ്യത്യസ്തമാണ് അല്ലേ? അതെങ്ങനെയാണ് നമ്മൾ പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഫിറ്റ്നസ് ചലഞ്ചിന്റെ സമയത്ത് അത്യാധുനികമായ ഒരു ജിമ്മ് അല്ലെ റെഡിയാക്കി എല്ലാത്തിനും UAE-യുടെ നെഞ്ചോട് ചേർന്ന് നിന്ന് അല്ലെ നമ്മുടെ പോറ്റമ്മ, നമുക്ക് പ്രത്യേകിച്ചും പ്രവാസി മലയാളികൾക്ക് മാറ്റി നിർത്താൻ പറ്റാം. നമുക്കൊക്കെ 2 അമ്മമാർ. ഒന്ന് നമ്മുടെ പെറ്റമ്മ, നമ്മുടെ മാതൃരാജ്യവും, മറ്റത് UAE നമ്മുടെ പോറ്റമ്മയും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വ്യത്യസ്തമായ പ്രണയം അതിൽ നിന്ന് ഉടലെടുക്കുന്നതാണ് ഈ ഓരോ ചിന്തകളും, വ്യത്യസ്തമായ ചിന്തകൾ അല്ലേ? അപ്പം എങ്ങനെയാണ് ഇത്തവണത്തെ ഇതാണ് കേട്ടോ നമ്മുടെ ഇത്തവണത്തെ UAE നാഷണൽ ഡേ സെലിബ്രേഷന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വാഹനമാണ്. ഗോൾഡ് പ്ലേറ്റഡ് ആണോ? ഗോൾഡ് പ്ലേറ്റഡ് അല്ലേ? 22 ക്യാരറ്റ് ഗോൾഡ് പ്ലേറ്റഡ് ആണ്. നോക്കിക്കോളൂ, 22 ക്യാരറ്റ് ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ഒരു അലങ്കാരമാണ് തന്റെ ഏറ്റവും പ്രിയപ്പെട്ട രാജ്യത്തോട്, തന്റെ പ്രണയമായ UAE-യോട് ഷഫീഖ് കാണിക്കുന്നത്. ഇത് സൈലന്റ് 2 ഇഞ്ചൻ സ്പെക്ട്ര റോൾസ് റോയ്സിന്റെ ഇലക്ട്രിക് കാർ. ഫസ്റ്റ് ഇലക്ട്രിക് കാറാണ് ഇത്. ഈ കാറ് ഇതിൻ്റെ ഇപ്രാവശ്യത്തെ ഞങ്ങൾ ഗോൾഡ് പ്ലേറ്റിൽ ഷെയ്ഖ്മാർ ഫോട്ടോ വെച്ചിട്ടാണ് ഇപ്രാവശ്യം ചെയ്തിരിക്കുന്നത്. 3 മാസത്തോളമായി ഇതിൻ്റെ ബാക്കിൽ ഞങ്ങൾ പ്ലാൻ ചെയ്ത് ഇതിൻ്റെ ആർട്ട് വരച്ച് അതിൻ്റെ ഹാർഡ് വർക്ക് ഇതിൻ്റെ ബാക്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ടായിട്ട് ആൾക്കാർ വെച്ച് ചെയ്തിട്ട് 3 മാസത്തോളം ഇതിൻ്റെ ബാക്കിൽ വെച്ച്. ഈ നാടിനോട് എന്തെല്ലാം ഓരോ വർഷം കൂടുമ്പോൾ ഈ നാട് നമുക്ക് ഓരോ വർഷത്തോടും നമ്മൾ ഈ നാടിനോടുള്ള കടപ്പാടും സ്നേഹവും കൂടി വരുമ്പോൾ നമുക്ക് ഏറ്റവും ചലഞ്ചായിട്ട് ഏറ്റവും നല്ല വെറൈറ്റി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും ആ ഒരു കാഴ്ചപ്പാടാണ് എപ്പോഴും ഞാൻ ശ്രദ്ധിക്കുന്നത്. ഞങ്ങൾ 5 സ്റ്റാർ ഹോട്ടൽ ഓപ്പണിംഗ് വരുന്നുണ്ട് റാസൽ കെമയിൽ. ഞങ്ങളടുത്ത MRൻ്റെ ന്യൂ പ്രോപ്പർട്ടി പ്രൊജക്റ്റ് വരുന്നുണ്ട് ദുബൈയിൽ. സ്റ്റാഫ് അക്കോമഡേഷൻ ഏറ്റവും നല്ല ലക്ഷറി സ്റ്റൈലിൽ സ്റ്റാഫ് അക്കോമഡേഷനായിട്ടാണ് ഞങ്ങൾ എപ്പോഴും ചെയ്യാറുള്ളത്. അത് നമ്മളെ ജീവിതത്തിൽ നമുക്ക് നന്മ ആൾക്കാർക്ക് ചെയ്യുക, അതാണ് ഏറ്റവും ഞങ്ങൾ ജീവിതത്തിൽ ഏറ്റവും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതും ഞങ്ങളെ ഏറ്റവും ദൈവത്തിന് ഇഷ്ടപ്പെട്ടതും അതാണ്. കാരണം അതേ ഒരാൾ നമ്മളെ കൊണ്ട് എത്ര സന്തോഷിപ്പിക്കാൻ പറ്റുമോ അത് മാക്സിമം നമ്മൾ കവർ ചെയ്യാറുണ്ട്. കാരണം ഞാൻ ജീവിതത്തിൽ ഇവിടെ വന്നത് മുതലേ എൻ്റെ കൂടെ എപ്പോഴും അറബി സുഹൃത്തുക്കളും അറബികളാണ് എൻ്റെ ജീവിതത്തിൻ്റെയും എൻ്റെ ഈ എല്ലാത്തിനും സപ്പോർട്ടീവും അവരായിരുന്നു. അപ്പോൾ അവരുടെ കൂടെയുള്ള ജീവിതത്തിൽ അവരുമായിട്ടുള്ള സംസാര രീതിയിൽ അവരുമായുള്ള കമ്മ്യൂണിക്കേഷൻ എപ്പോഴും അത് അനിവാര്യമായി വന്നു. അങ്ങനെ ഞാൻ പഠിച്ച് എടുത്തതാണ്. എന്താണ് പുതിയ പ്രോജക്റ്റുകൾ, എന്തൊക്കെയാണ് വരുന്നത് ഇനിയുള്ളത്? ഞങ്ങൾ MR പ്രോപ്പർട്ടി ഇപ്പോൾ ഞങ്ങൾ പുതിയ ഒരുപാട് അക്കോമഡേഷൻ സ്റ്റാഫ് അക്കോമഡേഷൻ ചെയ്യുന്നുണ്ട്. ഇപ്പം ലക്ഷറി മോഡൽ ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ ഓരോ അക്കോമഡേഷൻ കൊടുക്കുന്നത് ലക്ഷറി സ്റ്റൈലാണ്. ഇവിടെ വരുന്നത് ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക്, ജോലി ചെയ്യാൻ വരുന്ന എല്ലാ ആൾക്കാർക്കും അവർക്ക് താമസ സൗകര്യം ഏറ്റവും സുന്ദരമായിട്ടും എല്ലാ ഫെസിലിറ്റീസും എങ്ങനെ ചെയ്യാൻ പറ്റുമോ അതാണ് ഞങ്ങളെ ലക്ഷ്യം. അത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു മനസ്സുള്ളവർക്ക് മാത്രമേ അങ്ങനെ ഒരു ഉയർന്ന രീതിയിൽ ചിന്തിക്കാൻ പറ്റുള്ളൂ. കാരണം നമുക്കറിയാം സ്വപ്നങ്ങളുടെ മാറാപ്പും വേറി കടൽ കടന്നല്ലേ, സ്വന്തം ബന്ധങ്ങളെല്ലാം പിന്നിൽ ഉപേക്ഷിച്ച് ഒരു കണക്കിന് പറഞ്ഞ ഒരു തപസ് പോലെ ഒരു ജീവിതത്തിന് വേണ്ടിയിട്ട് വരുന്നവരാണ് ഓരോ പ്രവാസികളും. പ്രവാസി എന്ന് പറഞ്ഞാൽ സ്വന്തം ജീവിതത്തിനല്ല വരുന്നത്, തൻ്റെ പ്രിയപ്പെട്ടവരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടി വരുന്നതാണ്. അവരെ പറ്റി ചിന്തിക്കാൻ ആരുമില്ല എന്നുള്ളതാണ്, അവരെ ചേർത്ത് പിടിക്കാൻ ആരുമില്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ താങ്കളെപ്പോലെ നല്ല മനസ്ഥിതി ഉള്ളവർ അവരെ ചേർത്ത് പിടിക്കുകയും അവർക്ക് വേണ്ടി മെച്ചപ്പെട്ട ജീവിത സാഹചര്യം ഒരുക്കുകയും ചെയ്യുന്നു എന്ന് കേൾക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ഇത് മറ്റു പലർക്കും മാതൃകയാക്കാവുന്നതുമാണ്. നമ്മൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡിയാണോ അവർക്ക് ഈ മണ്ണ് എന്തും ഖനനം ചെയ്യാൻ പറ്റുന്ന മണ്ണാണ്. തീർച്ചയായും മണ്ണിന് പ്രത്യേകത. ഈ മണ്ണ് എല്ലാവർക്കും വാരി തീർച്ചു തരും. തീർച്ചയായും നമ്മൾ ഈ മണ്ണിനോട് കാണിക്കുന്ന ആദരവും ഈ മണ്ണിന് കാണിക്കുന്ന ഹാർഡ് വർക്കും. തീർച്ചയായും. എന്തായാലും ഒരുപാട് സന്തോഷം ഈ ഒരു സുദിനത്തിൽ താങ്കളോട് സംസാരിക്കാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം. എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. നന്ദി.